അനുഗ്രഹിക്കപ്പെടാൻ എന്തു വേണം? വിശ്വസ്തതയുള്ളവരായിരിക്കണം. നമ്മുടെ ധാർമ്മികതയുടെ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ കൈകൾ വെടിപ്പുള്ളതാകട്ടെ, നിങ്ങളുടെ മനസ്സ് വെടിപ്പുള്ളതാകട്ടെ, നിങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ശലോമോൻ വീണ്ടും പറയുന്നൊരു വാക്കുണ്ട്. സദൃശ്യവാക്യം 22:9 വായിച്ചാൽ, ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ തന്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നു. ദയാകടാക്ഷമുള്ള മനുഷ്യൻ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? നമുക്ക് ദയാകടാക്ഷമുള്ള മനുഷ്യരായിരിക്കും. ഇയ്യോബ് എന്നൊരു നീതിമാനെ കാണാം. താൻ ഒരു ദിവസം ചോദിച്ച ചോദ്യം, മനസാക്ഷികത്തിൽ ജീവിച്ച നീതിമാനാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ അഗതിക്ക് അംശം കൊടുക്കാതെ കഴിച്ചിട്ടില്ല. എന്റെ നേരെ ഒരുവൻ കൈ നീട്ടിയപ്പോൾ പോടാ എന്ന് പറഞ്ഞ് ഞാൻ അവന്റെ നേരെ കൈ ഓങ്ങിയിട്ടില്ല. ഇതെല്ലാം ഞാൻ സമ്പാദിച്ചെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൈയെ ചുംബിച്ചിട്ടില്ല. മോഹത്തോടും പാപത്തിന്റെ ഇച്ഛയോടും കൂടെ ഞാനൊരു സ്ത്രീയെ നോക്കിയിട്ടില്ല. പട്ടണവാതിക്കൽ ഒരു ദരിദ്രൻ ഇരുന്ന് വിറയ്ക്കുന്നത് കണ്ടിട്ട് എൻ്റെ ആടിന്റെ പഞ്ഞി കൊണ്ട് അല്ലെങ്കിൽ അവന് ഞാൻ ഉടുപ്പ് കൊടുക്കാതിരുന്നിട്ടില്ല. 4 സൈഡിൽ നിന്നും മറ്റുള്ളവർ ഇയ്യോബിന്റെ ദുഷ്ടത പറയുമ്പോൾ ഇയ്യോബ് മനസാക്ഷിയെ നിർത്തിയിട്ട് പറഞ്ഞു, അനാഥനാംശം കൊടുക്കാതെ ഞാൻ കഴിഞ്ഞിട്ടില്ല. സാറേ, എനിക്ക് എന്തെങ്കിലും തരണമേ എന്ന് പറയുമ്പോൾ പോടാ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചോദ്യത്തിന് ശേഷം ഓരോ വാക്കെടുത്തു പറഞ്ഞ ശേഷം ഇയ്യോബ് പരസ്യ പ്രഖ്യാപനം ചെയ്തു, അങ്ങനെ ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ എൻ്റെ തോൾപ്പലയിൽ നിന്ന് അറ്റുപോകട്ടെ. മനസാക്ഷികത്തിൽ ജീവിച്ച നീതിമാനായ ഇയ്യോബ് തൻ്റെ മനസാക്ഷി എന്ന പ്രമാണത്തെ നിർത്തിക്കൊണ്ട് ചോദിച്ച ചോദ്യം, ഇന്ന് രാത്രി കൃപായുഗത്തിലെ വിശുദ്ധന്മാരെ നമ്മളിങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തുനിഞ്ഞാൽ മിക്കവാറും 90 പേരുടെയും കയ്യ് കാല് മുട്ടിന് താഴെ ഇറങ്ങി നിൽക്കും. വന്നതുപോലെ പോകേണ്ടി വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ കാര്യം പറയണം. ഇയ്യോബ് പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യ് എൻ്റെ തോൾപ്പലകിൽ നിന്ന് അച്ചുപോകട്ടെ. ഞാനതിൻ്റെ ചരിത്രം എന്താണെന്ന് പഠിച്ചു. സംഭവം ഇതാണ്. ഈ ബഹുസമ്പന്നനായ ഇയ്യോബിന്റെ പടിവാതിക്കൽ ഒരു വലിയ അനാഥാലയമുണ്ട്. ഇയ്യോബ് എല്ലാ ദിനവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവിടെ പോയി ആ അനാഥാലയത്തിൽ ചെന്ന് അവർക്ക് ഭക്ഷണം കിട്ടിയോ എന്നുള്ളത് ആരാഞ്ഞു നോക്കിയിട്ടേ താൻ പോയി ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഇന്നും അറബി രാഷ്ട്രങ്ങളിലെ ഇസ്ലാമിക ഭക്തന്മാരായ അനേക സമ്പന്നരായ അറബികളും ഇതേ ഇയ്യോബിന്റെ പദ്ധതി പ്രകാരം ജീവിക്കുന്നവരുണ്ട്. ഇയ്യോബിന്റെ പദ്ധതി പ്രകാരം തന്നെ ജീവിക്കുന്നവർ ഇന്നും ഇസ്ലാമികർക്കിടയിൽ ആയിരക്കണക്കിനുണ്ട്. കാരണം അവർ കണ്ടത് ഇയ്യോബ് എന്ന് പറയുന്ന നബിയിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ, വിശ്വസ്ത പുരുഷൻ അവൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് വിശ്വസ്തയോടെ ജീവിച്ചാട്ട് അടുത്തത് ദയാകടാക്ഷമുള്ള മനുഷ്യൻ അവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ ആഹാരത്തിന്റെ അംശം തന്റെ അഗതിക്ക് കൊടുക്കും. നമുക്ക് എപ്പോഴും ഈ ബോധ്യമൊക്കെ വേണം ദൈവമക്കളെ. പലർക്കും ഈ വക കാര്യങ്ങളുമായിട്ടൊന്നും വലിയ പരിചയമില്ല. ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ചെയ്തേ നമുക്ക് നിത്യതയിലേക്ക് ഓടിയെത്താനൊക്കത്തുള്ളൂ. ചിലരങ്ങനെയല്ല, ഭിക്ഷക്കാർ വന്നാൽ അവരോട് നമ്മുടെ പരാതി പറയും. അതാണ് കഷ്ടം. പണ്ടൊരാളൊരു ഭിക്ഷക്കാരൻ പാത്രവുമായിട്ടൊരു വീട്ടിൽ ചെന്നതാണ്. ബെല്ലടിച്ചപ്പോൾ ഒരമ്മാമ ഇറങ്ങി വന്നു. അമ്മാമയോട് ചോദിച്ചു, എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മാമ പരാതി എല്ലാം കൂടെ പറയാ, കോച്ചിനെ BSc നേഴ്സിങ്ങിന് വിട്ടു, അതിൻ്റെ ഫീസ് അടച്ചിട്ടില്ല, റബ്ബർ വെട്ടിയിട്ട് 2 മാസമായി, കറണ്ട് ബില്ല് ഇത്ര രൂപ, ഇലക്ട്രിസിറ്റി ബില്ല് ഇത്ര രൂപ, അപ്പച്ചന് വയ്യ, കൊച്ചമ്മയ്ക്ക് വയ്യ, പട്ടിക്ക് ബിസ്ക്കറ്റ് മേടിച്ചിട്ട് നാളുകളായി, ഇതെല്ലാം കൂടെ കേട്ടു. എന്നാലും നിൽക്കേ എന്ന് പറഞ്ഞേച്ച് പോയി. അപ്പോൾ അവനെന്ത് ചെയ്യുന്നറിയാമോ? അവൻ ആ ഭിക്ഷപാത്രം അവിടെ വെച്ചേച്ച് അവനങ്ങ് പോയി. അമ്മാമ കുറെ കഴിഞ്ഞു വന്നു, ഇടോ ഇത് വേണ്ടേ എന്ന് ചോദിച്ചു. അയ്യോ പൊന്നമ്മാമേ വേണ്ട, കാരണം എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. അപ്പൊ അമ്മാമയ്ക്കുള്ളതുപോലെ അത്രയും ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ഈ അലൂമിനിയം പാത്രം അമ്മാമയ്ക്ക് ഇരുന്നോട്ടെ. അപ്പൊ ദൈവമക്കളെ, ഈ ഭിക്ഷക്കാരൻ്റെ ഇന്ന് പിരിമേടിക്കുന്ന പദ്ധതിയൊക്കെ നമ്മൾ നിർത്തണം. അപ്പോൾ ഓർത്തുകൊള്ളണമേ, നമ്മൾ ദയാകടാക്ഷമുള്ള മനുഷ്യരായിരിക്കണം. മറ്റുള്ളവർ നമുക്ക് എന്ത് വേണം? ദയാകടാക്ഷം വേണം. അതൊക്കെ ചെയ്യണം. ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ ഉള്ള കാര്യം പറയാം. എൻ്റെ ബാല്യകാലത്ത് എൻ്റെ അപ്പച്ചനിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ശീലമാണ്. ഞാൻ സ്കൂളിൽ തിരുവല്ലയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു നാൾ ഭക്ഷണം കഴിച്ചിട്ട് വേസ്റ്റ് കൊണ്ടെറിയുമ്പോൾ വയോധ്യനായൊരു മനുഷ്യനെ ഞാൻ കണ്ടു. വളരെ തലമുടിയൊക്കെ നരച്ച് ഹിമം പോലെ വെളുത്തൊരു വയോധ്യൻ. അവിടെ MGM സ്കൂളിൻ്റെ പുറകിലാണ്. ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ ആ വേസ്റ്റ് കൊണ്ടെറിയാൻ ചെല്ലുമ്പോൾ ആ മനുഷ്യൻ അതിൽ നിന്ന് വേസ്റ്റ് എല്ലാം പെറുക്കിയെടുക്കുന്നു. എൻ്റെ ഉള്ളം വിറച്ചു പോയി. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ,
ഒരു ഭാഗത്തു നിന്ന് നായ്ക്കൾ കൊണ്ടുപോകുന്നു, ഒരു ഭാഗത്തു നിന്ന് കാക്ക ഒത്തിക്കൊണ്ടുപോകുന്നു. എൻ്റെ ഉള്ളം വിറച്ചുപോയി. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? അങ്ങ് ഭയപ്പെട്ടു. ഞാൻ പിന്നെ ആ സ്കൂളിൽ പഠിക്കും കാലത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ദൈവമക്കളെ. ഞാൻ എല്ലാ ദിവസവും അവിടെ പോകും. ഇനി നേരിട്ട് വല്ലവരും കണ്ടാൽ പറയും നമ്മുടെ വല്യപ്പച്ചനാണെന്ന് പറയും. അതുകൊണ്ട് കൂടുള്ളൊരു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊണ്ടുപോയി എൻ്റെ ചോറും പൊതി കൊടുക്കും. ഞാൻ പറയും അവിടെ പോയി എടുക്കരുത്, ആ നാകടിക്കും, അയ്യോ അത് ചെയ്തുകൂടാ, ഇതാ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കും. എല്ലാ ദിവസവും ഞാൻ കൊണ്ടു കൊടുക്കും. അദ്ദേഹം അപ്പോൾ എന്നെ നോക്കിയിട്ട് പറയും, കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്നും എനിക്ക് അനുഗ്രഹമുണ്ട് സഹോദരങ്ങളെ. ഒരു കാര്യത്തിനും ആരുടെ നേരെയും കൈ നീട്ടാൻ എൻ്റെ യജമാനൻ അനുവദിച്ചിട്ടില്ല. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചതാണെന്ന് എനിക്ക് അറിയാം. എന്നോട് പറയും, കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കോടാന്ന്. ഞാൻ അവിടെ പഠനം കഴിഞ്ഞു പോയി. അദ്ദേഹം എന്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു 90 വയസ്സ് കാണും. ഞാനിങ്ങനെ ആഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ എന്നും മേടിച്ച് കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നോട് പറയും, കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കോടാ. സത്യമാണ് ദൈവമക്കളെ, ഒന്നിനും കുറവ് വന്നിട്ടില്ല. ധൈര്യത്തോടെ പറയാം. മനസ്സുകൊണ്ട് എന്താഗ്രഹിച്ചാലും എന്തതരം കൊണ്ട് യാചിച്ചാലും യജമാനൻ തൻ്റെ നീതി നിമിത്തം തരും. ബൈബിൾ പറയുന്നു നമ്മൾ ദയാകടാക്ഷമുള്ള മനുഷ്യരായിരിക്കണം. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ആ കാര്യമാണ്. അതിലൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ എം ഒ പൊളപ്പച്ചൻ ഉള്ളപ്പോൾ അദ്ദേഹം തിരുവല്ലയിലെ ഒരു ഗവൺമെൻറ് വകുപ്പിൽ മുനിസിപ്പാലിറ്റി നടത്തുന്ന ഒരു അനാഥാലയമുണ്ട്. ആരും അറിയത്തില്ല. എല്ലാ മാസവും അപ്പച്ചൻ അവിടെ കൊടുക്കാൻ പൈസ തന്നു വിടുവാൻ. ആരും, ഒരു കുഞ്ഞുങ്ങൾ പോലും അറിയത്തില്ല. ഞാനും കൊണ്ട് പലപ്പോഴും അടച്ചിട്ടുണ്ട്. 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയിൽ കൊണ്ട് ആരും അറിയാതെ ഒരു പൈസ അവിടെ കൊണ്ട് അപ്പച്ചൻ. ഞാൻ ചോദിച്ചു, എന്തിനാണ് അപ്പച്ച അതങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ആ അപ്പച്ചൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അയ്യോ പറയുന്നത് നീ കേട്ടിട്ടില്ലേ, അനാഥന് അംശം കൊടുത്തേ കഴിക്കാവൂ. അതുകൊണ്ട് ഞാൻ അനാഥപ്പെട്ടവന് കൊടുക്കും. ആരും അറിയത്തില്ല, ആരോരും അറിയാതെ. ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ, ദയാകടാക്ഷമുള്ളവരായി ജീവിച്ചാട്ടെ. നിന്റെ ആഹാരത്തിൻ്റെ അംശം നീ ദരിദ്രന് കൊടുത്താട്ടെ. സിയോനിൽ നിന്ന് ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും അനുഗ്രഹിക്കും. യാതൊരു സംശയവുമില്ല സഹോദരങ്ങളെ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. ഞാൻ മുളന്തുരുത്തിയിൽ ഇരിക്കുമ്പോൾ അവിടെ സമീപത്തൊരു അനാഥാലയമുണ്ട്. അവിടെ ചിലപ്പോഴൊക്കെ ഞാനങ്ങനെ പോകാറില്ല. അവിടെ സിസ്റ്റേഴ്സ്, കത്തോലിക്ക സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്. അപ്പോൾ അവിടെ അങ്ങനെ അധികം ഒന്നും പോകാൻ ഇടപെടാറില്ല. വല്ലപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് തിരക്കില്ലാത്തപ്പോഴൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഒരു സന്ധ്യാസമയത്ത് ഒരാൾ എൻ്റെ കയ്യിൽ വന്നിട്ട് കുറച്ച് പൈസ കൊണ്ട് തന്നപ്പോൾ എനിക്ക് പൈസയുടെ ആവശ്യമില്ല. ഞാൻ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, ബ്രദറെ ഇപ്പോൾ എനിക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ, പിന്നെന്തിനാ? അയ്യോ അത് ചായാന്ന്. പിന്നെ ഞാൻ മേടിച്ചുകൊണ്ട് അകത്ത് വെച്ചു. അപ്പം എൻ്റെ പൈസയല്ല, എനിക്ക് ആവശ്യമില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. അടുത്ത ദിവസം രാവിലെ അവിടുത്തെ ആ സിസ്റ്റർ എന്നെ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു മന്ദബുദ്ധിയായ ഒരു കുട്ടിയാണ്, അതിനെ കുഞ്ഞിലേ ഇവിടെ കൊണ്ട് ചേർത്തതാണ്, അതിൻ്റെ ഒരു സഹോദരനാണ് എല്ലാ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊണ്ടുപോകുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയാണ്, റേഡിയേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, വരാനുള്ള സൗകര്യമില്ല, വളരെ ദരിദ്രരാണ് സാറേ. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പോകാൻ പോവുകയാണ്. ഇവിടെ കോൺവെൻറ്റിൽ 10 പൈസ പോലും ഇരിപ്പില്ല, വണ്ടിക്കൂലി പോലും ഇല്ല. അപ്പം ഞാൻ രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. വരുമ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, സാറിനോട് പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു? അത് ഈശോ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇദ്ദേഹത്തോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഈശോ എന്നോട് പറഞ്ഞില്ലല്ലോ, നിങ്ങളോട് പറഞ്ഞു, ഈശോ എന്നോട് തരാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ എന്നാ സോറി, എന്നാൽ എനിക്കങ്ങനെ തോന്നിയതായിരിക്കും. സോറി, എനിക്ക് തോന്നിയതാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് തോന്നിയതല്ല. എത്ര മണിക്കാണ് പറഞ്ഞത്? അത് വെളുപ്പിനെ 6 മണിക്ക്. ഞാൻ 6 മണിക്ക് ഉറങ്ങുകയായിരുന്നു. നീ ഈശോയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോ അത് പറഞ്ഞു. ശരി, ഞാൻ ആളിനെ അയച്ചേക്കാം. പെട്ടെന്ന് എന്നോട് ആത്മാവ് പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം ഒരു മനുഷ്യൻ നിന്റെ കൊണ്ട് പണം തന്നത് ഓർമ്മയുണ്ടോ? നീ അപ്പോൾ പറഞ്ഞില്ലേ അത് നിന്റേതല്ലെന്ന്? അതാ ദരിദ്രൻ്റെതാ, ഒന്ന് കൊടുത്തു വിട്ടേ. ഞാൻ ആ സിസ്റ്ററെ കണ്ടിട്ടില്ല, അവരാരാണെന്നൊട്ടെ എനിക്കറിയത്തുമില്ല. പക്ഷെ അവരവിടെ കൊണ്ട് ആ ദരിദ്രനായ ആളിന് കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ചത് ആര് തന്നു? അപ്പോൾ അവരൊരൊറ്റ വാക്ക് പറഞ്ഞു, ആരാണെന്ന് അറിഞ്ഞുകൂടാ, ഈശോയോട് ബന്ധമുള്ള ഒരാളാണെന്നറിയാം. ദൈവമക്കളെ, ദരിദ്രനോട് ദയവുള്ളവനായി കടാക്ഷമുള്ളവനായി ജീവിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാരെല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു. ആകയാൽ അനുഗ്രഹത്തിന്റെ രഹസ്യത്തിലൊന്ന് ദയാകടാക്ഷമുള്ളവരായിരിക്കുക. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം, സമയം ഇപ്പോൾ അവസാനിക്കുന്നു. അടുത്തതായി അനുഗ്രഹത്തിന്റെ രഹസ്യം വായിച്ചാട്ട് 45-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, ലാവണ്യം നിന്റെ ആദരത്തിലുണ്ട്,
അതുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് വായിച്ചാട്ട്. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ. നമ്മുടെ അധരങ്ങളിൽ ലാവണ്യം ഉണ്ടായിരിക്കണം. ലാവണ്യം നമ്മുടെ അധരത്തിൽ ഉണ്ടായിരിക്കണം. നമ്മള് കൃപയോടുകൂടിയുള്ള വാക്കുകളായിരിക്കണം പറയേണ്ടത്. എത്രയായാലും സമൃദ്ധിയുടെ വാക്കേ വരാവൂ. നമ്മൾ വെറുതെ പറയരുത്. ചില അപ്പനും അമ്മയൊക്കെ വഴക്കുണ്ടാക്കി കുഞ്ഞുങ്ങളോട് ഗുസ്തി ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയും നീ ഗുണം പിടിക്കത്തില്ല. എന്നിട്ട് സകല വിശുദ്ധന്മാരോടും പറയും ഇവൻ ഗുണം പിടിക്കാൻ പ്രാർത്ഥിക്കണം. എങ്ങനെ രണ്ടും കൂടെ ഒക്കുന്നത്? എന്തിനാ അങ്ങനെ പറഞ്ഞു? ഞാൻ ചുമ്മാതെ പറഞ്ഞാണ്. ചുമ്മാതെ അങ്ങനെ പറയരുത്. ചുമ്മാതെ ഒരിക്കലും പറയരുത്. ചുമ്മാതെ പറയാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ടില്ല. പണ്ട് നമ്മുടെ തിരുവല്ലയിൽ ഒരു എസ്ഐ ഉണ്ടായിരുന്നു, ബെഞ്ചമിൻ. ബെഞ്ചമിൻ എന്ന് പറയുന്നൊരു എസ്ഐ ഭയങ്കര ചൂടൻ. അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അദ്ദേഹം ഇങ്ങനെ തിരുവല്ലയിലെ എസ്ഐ ആയിരിക്കുമ്പോൾ ഒരു അതിര് പ്രശ്നം ഉണ്ടായി. ഒരു വിന്തിക്കോസ് സ്വതന്ത്ര സഭയിലെ പാസ്റ്റും ഒരു ഹൈന്ദവനും തമ്മിൽ പ്രശ്നം ഉണ്ടായി. പ്രശ്നം രൂക്ഷമായി, കേസായി. അവിടെ ചെന്നപ്പോൾ ഈ എസ് ഐ വലിയ പ്രഗത്ഭനായ ഒരാളാ. എസ് ഐ കാര്യങ്ങളൊക്കെ ചോദിച്ചു, പാസ്റ്റർ ഈ മനുഷ്യനെ ചീത്ത വിളിച്ചു. അയ്യോ സാറേ ഞാൻ വിളിച്ചിട്ടില്ല. പിന്നെന്തു പറഞ്ഞു? ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ, പാസ്റ്റർ അല്ലേ, പാസ്റ്റർ ചീത്തയൊന്നും വിളിക്കാൻ പാടില്ല. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ അവനെ ഒന്ന് പറയണമെന്ന് തോന്നുമ്പോൾ സദൃശ്യവാക്യത്തിലെ കാര്യമേ പറയാവൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യും, ഒരു പോലീസുകാരനെ അയച്ച് ഒരു 120 പേജുള്ള ബുക്ക് മേടിച്ച് ഒരു പാക്കറ്റ് പേനായി മേടിച്ച് ആ ഉപദേശിയെ കൊണ്ട് സദൃശ്യവാക്യം 1500 പ്രാവശ്യം എംബോസിഷൻ എഴുതിച്ച്. പാപം കരഞ്ഞുകൊണ്ടിരുന്ന് എഴുതി. പോകാൻ നേരം പറയാ ഇനിയും ദേഷ്യം വന്ന് അവൻ എന്തെങ്കിലും പറയുന്ന ഉടനെ എന്ത് ചെയ്തേക്കണം? ഈ സദൃശ്യവാക്യത്തിലെ 4 കാര്യം അങ്ങ് പറഞ്ഞേക്കണം. പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ദൈവമക്കളെ, നമ്മുടെ ആദരത്തിൽ ലാവണ്യം ഉണ്ടാകും. ലാവണ്യം നിമിത്തം ദൈവം നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നത് ലാവണ്യം നിന്റെ ആദരങ്ങളിൽ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിക്കും. ദൈവകൃപയ്ക്ക് അന്യപ്പെട്ടതൊന്നും വരരുത്. അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങളുടെ ആദരങ്ങളിൽ ശാപത്തിന്റെ വാക്ക് വരരുത്. നിങ്ങൾ നിങ്ങളുടെ തലമുറയിൽ ഭൂമിയിൽ ആരെയും ശപിക്കരുത്. ശാപയോഗ്യനാണെങ്കിൽ പോലും നിന്റെ ആദരത്തിൽ നിന്ന് ലാവണ്യത്തിന്റെ വാക്ക് വന്നാട്ട് സ്വർഗം നിന്റെ ആദരത്തിന് മുദ്രയിടും. നിന്റെ സന്തതി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. അനുഗ്രഹത്തിന്റെ അടുത്ത ദിശ ഇതാണ്. യഹോവയുടെ പെട്ടകം നിന്റെ വീട്ടിലുണ്ടായിരിക്കണം. 1 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒബേദേദോമിന്റെ വീട്ടിൽ യഹോവയുടെ പെട്ടകം ഉണ്ടായിരുന്നു. യഹോവ അവനെ എല്ലാറ്റിലും അനുഗ്രഹിച്ചു. വായിച്ചാട്ടെ. ദൈവത്തിന്റെ പെട്ടകം ഓബേദ്ഏദോമിന്റെ കുടുംബത്തോടു കൂടെ 3 മാസം അവന്റെ വീട്ടിൽ 3 മാസം 3 months അത്രയുമേ ഇരുന്നുള്ളൂ. യഹോവയുടെ പെട്ടകം ഒബേദേദോമിന്റെ വീട്ടിൽ 3 മാസം 90 ദിവസം ഇരുന്നതേ ഉള്ളൂ. അടുത്ത വാക്ക്, യഹോവ ഓബേദ്ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ദൈവമക്കളെ യഹോവയുടെ പെട്ടകം വേണം. ചിലർക്ക് ഇത് അറിഞ്ഞുകൂടാ. യഹോവയുടെ പെട്ടകത്തിന്റെ രൂപമുള്ള വമ്പൻ ടെലിവിഷൻ നമ്മൾ മേടിച്ചു വെക്കും. നമ്മൾ അതിനകത്ത് വല്ല പ്രാകൃതങ്ങളൊക്കെ കാണും. ഇതെല്ലാം കണ്ടുവച്ചാൽ നമ്മൾ ആത്മാവിൽ ഇവിടെ നിറയാൻ വരുന്നത്. പാസ്റ്റർമാർ ആത്മാവിൽ നിറഞ്ഞ് എത്രയോ കാര്യം പറഞ്ഞാലും നമുക്കൊരു ചലനവും ഇല്ല. കാരണം ഇതൊന്ന് തീർന്നിട്ട് വേണം അവിടോട്ട് പോയി അടുത്ത ചാനലിന്റെ ബാക്കി കാണാൻ. അതിന് നമ്മുടെ തലമുറകൾ നശിക്കുകയല്ലേ ദൈവമക്കളെ. അനേക മാതാപിതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ ബോധമില്ല. നിന്റെ വീട്ടിൽ യഹോവയുടെ പെട്ടകം ഇരിക്കണം. നീ പോകുമ്പോഴും വരുമ്പോഴും അനുഗ്രഹിക്കും. 3 മാസമേ ഇരുന്നുള്ളൂ. ഒബേദേദോമിന്റെ ഭവനത്തോടുകൂടെ യഹോവയുടെ പെട്ടകം ഇരുന്നു. യഹോവ അവന്റെ കുടുംബത്തെ അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനാണെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെകുത്താന്റെ പെട്ടിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുക്കാൻ, കർത്താവേ നിന്റെ വിശ്രാമത്തിന്റെ പെട്ടകം എന്റെ വീട്ടിൽ വെക്കാം. അത് വെച്ചാൽ മതി. ഇപ്പൊ തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ തന്നെ കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങളുടെയെല്ലാം ഫോൺ, വലിയ നമ്മൾക്ക് കതകിനിടാൻ പറ്റിയ പലകയുടെ വീതിയുള്ള ഫോണും കൊണ്ടാ. ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലെങ്കിൽ ഇവൻ എവിടുന്ന് ഒപ്പിക്കുന്നെന്ന് അറിയില്ല. ഭയങ്കര വീതിയാ. ഇവൻ എടുത്തെടുത്തെടുത്ത് ആയുസിന്റെ പകുതി തന്നെ ഇവനെ പോവുക. എന്ത് ചെയ്യാനൊക്കെ അരുത്. വേണം, വേണ്ടെന്നല്ല പറയുന്നു. നശിച്ചു പോകാൻ ഇട വരുത്തരുത്. ദൈവം നമുക്ക് തരുന്ന ആ നന്മകളിൽ നാം വിശ്വസ്തയോടെ ജീവിച്ചാട്ട് നമ്മുടെ വീടുകളിൽ യഹോവയുടെ പെട്ടകം വേണം. അതില്ലാത്തതാണ് നിന്റെ ശാപത്തിന്റെ കാരണം. അതില്ലാത്തതാണ് നിന്റെ തലമുറയുടെ ശാപത്തിന്റെ കാരണം. ഇന്ന് രാത്രി നീ തീരുമാനിച്ചാട്ട്, കർത്താവേ വിശുദ്ധന്മാർക്കില്ലാത്തതൊന്നും എനിക്ക് വേണ്ട.
വിശുദ്ധന്മാരുടെ വീട്ടിലില്ലാത്തതൊന്നും എനിക്ക് വേണ്ട. എത്ര പേര് തീരുമാനിക്കും യഹോവ സിയോനിൽ നിന്ന് ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കും? ഓബേദേദോമിന്റെ വീട്ടിൽ 3 മാസം യഹോവയുടെ പെട്ടകം ഇരുന്നു. യഹോവ അവനുള്ളതൊക്കെ അനുഗ്രഹിച്ചു. എന്തൊരത്ഭുതമാണ് ദൈവമക്കളെ! നമ്മുടെയൊക്കെ വീടുകളിൽ, പിതാക്കന്മാരുടെ വീട് ഭവനങ്ങളിൽ യഹോവയുടെ പെട്ടകം ഉണ്ടായിരുന്നു. അത് അനുഗ്രഹത്തിന്റെ പെട്ടകമാണ്. അത് വിശ്രാമത്തിന്റെ പെട്ടകമാണ്. സന്ധ്യായാമങ്ങളിൽ കേട്ടിട്ടില്ലേ, ഒരു 20 വർഷം മുമ്പ് നിങ്ങൾ ഈ അമ്പലക്കരയിൽ കൂടെ പോയിക്കാട്ട് എല്ലാ ക്രൈസ്തവരുടെ വീട്ടിലും, എല്ലാ ഹൈന്ദവരുടെ വീട്ടിലും സന്ധ്യായാമത്തിങ്കൽ പ്രാർത്ഥനയുണ്ടായി. വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് ക്രൈസ്തവൻ അവന്റെ അറിവനുസരിച്ചും ഹൈന്ദവൻ അവന്റെ അറിവനുസരിച്ചും പ്രാർത്ഥിച്ചിരുന്നു. അതിന് ദേശത്ത് നന്മയുണ്ടായിരുന്നു. ഇപ്പോഴോ സന്ധ്യായാമത്തിങ്കൽ ഈ ചെകുത്താനെ അങ്ങോട്ട് തുറക്കും, 10 മണി വരെ ഇരിക്കും. പിന്നെ അവസാനം 128 ഒരു സങ്കീർത്തനമുണ്ട്. ചെകുത്താൻ കഴുത്തിന് പിടിക്കുന്നെന്ന് 91 സങ്കീർത്തനവും വായിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം പലരെയും ബൈബിൾ വായിക്കുന്ന ഉത്തരവാദിത്വം ചെകുത്താനെ ഏൽപ്പിച്ചിരിക്കുക. ചെകുത്താൻ കഴുത്തിന് പിടിക്കാമെങ്കിൽ രാത്രിയിൽ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 91 സങ്കീർത്തനം വായിക്കും. അത്യുന്നതന്റെ തന്നെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ അവൻ സിംഹത്തെ ചവിട്ടും അണലിയെ ചവിട്ടും. ഇതൊക്കെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. നമ്മുടെ കയ്യിൽ 65 രൂപയ്ക്ക് ബൈബിൾ കിട്ടിയതുകൊണ്ട് നമ്മളത് വായിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ട് സന്ധ്യാവരെ എങ്ങനെയൊക്കെങ്കിലും കഴിച്ചു കൂട്ടും. ചെകുത്താൻ കഴുത്തിന് പിടിക്കാമെന്നുണ്ടെങ്കിൽ 128 സങ്കീർത്തനം ഉറക്ക വായിക്കും. പലർക്കും ചിരി വരുന്നു. കാരണം അവരുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണ് ബ്രദർ ജോസ് അറിഞ്ഞെന്നായിരിക്കില്ലേ. പലരെയും ഞാൻ കാണാറുണ്ട് 128 സങ്കീർത്തനം എന്നിട്ട് തുറന്നു വെച്ചേച്ച് കിടക്കാൻ നേരം നെഞ്ചത്ത് വെച്ചേച്ച് കിടക്കുന്നവരുണ്ട്. ഇങ്ങനെ നെഞ്ചത്തോട്ട് വെച്ചിട്ട്. ചെകുത്താൻ ഇതിന് പേടിയൊന്നുമില്ല, അവൻ വേദോസം എടുത്ത് മാറ്റി വെച്ചേച്ച് കഴുത്തിന് പിടിക്കും. ഇപ്പോഴേ ഓർത്തോണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ അനുഗ്രഹത്തിന്റെ പെട്ടകം വേണം. ശാപത്തിന്റെ വെട്ടിയെടുത്ത് ദൂരെ കളഞ്ഞേച്ച് നമുക്ക് യഹോവയുടെ പെട്ടകം നമ്മുടെ വീട്ടിൽ വെക്കാം. ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ആ വചനം സത്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ഞാൻ പറഞ്ഞിട്ട് ഹല്ലേലൂയ പറഞ്ഞാൽ മതി. കരങ്ങൾ ഉയർത്തിക്കാട്ട്. എല്ലായിടത്തും കരങ്ങൾ ഉയരുന്നില്ല, പലർക്ക് അവിശ്വാസമുണ്ട്. ആ ചെകുത്താന്റെ വെട്ടിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് എന്റെ ദൈവത്തിന്റെ പെട്ടകം വെച്ചാൽ ഓബേദേദോമിനെ അനുഗ്രഹിച്ചതുപോലെ എന്റെ ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ നമുക്കതങ്ങ് പാലിക്കാം. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം, യേശുവിന്റെ നാമത്തിൽ എണ്ണീറ്റ് പോകാം. ഇന്ന് രാത്രിയിൽ നമുക്ക് തീരുമാനിക്കാം, ദൈവത്തിനും വിശുദ്ധന്മാർക്കും ഇല്ലാത്തത് നമുക്കും വേണ്ട, ആ വക ഇടപാടേ വേണ്ട. അപ്പോൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിന്റെ വീട്ടിൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കും. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ശാശ്വതമായ അനുഗ്രഹത്തിന് ഐക്യത വേണം. ദൈവമക്കൾ തമ്മിൽ ഐക്യത വേണം. സങ്കീർത്തനത്തിൽ വരുമ്പോൾ, എത്ര സങ്കീർത്തനത്തിൽ ഒരു വാക്കില്ലേ, ഇവിടെ ഒരു ഭക്തൻ പാടിയിരിക്കുകയാണ്, ഇതോ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. സങ്കീർത്തനം നമുക്ക് സുപരിചിതമായ സങ്കീർത്തനമാണ്. അവിടെ പറയുന്നു, ആ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. എന്നിട്ട് നല്ലൊരു സാമ്യമാണ്. അഹരോന്റെ തലയിൽ ഒഴിച്ച തൈലാഭിഷേകം താടിയിലേക്ക് ഒഴുകി വന്നപ്പോൾ ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ട് എന്താ കാര്യം. അഹരോൻ വയസ്സനാണ്, മരുഭൂമിയിലല്ലേ ജീവിക്കുന്നത്. ചൂടേറിയ കാറ്റുകൊണ്ട്, ഇന്നത്തെ പോലെ ലെക്സിന്റെ സോപ്പൊന്നും വന്നില്ലല്ലോ, എന്തൊക്കെയോ ഇട്ട് അവർ കുളിക്കും. അതിനപ്പുറമായിട്ട് വലിയ കൂടിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ പൊടിയെല്ലാം കൂടെ പിടിച്ച് ഈ വയസ്സനായ അഹരോന്റെ താടി ഇങ്ങനെ പറന്ന് കിടക്കുക. കാറ്റൂടെ അടിച്ചാൽ ഇതിങ്ങനെ പറന്ന് കിടക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോശയോട് ദൈവം പറഞ്ഞിട്ട് മോശ അഭിഷേക തൈലം ഒഴിച്ചത്. മോശയുടെ മുമ്പിൽ വന്ന് അഹരോൻ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്, താടിരോമൻ ചെതറിക്കിടക്കുകയാണ്. മോശ തൈലാഭിഷേകം ഒഴിച്ചു. തൈലം തലയിലോട്ട് വീണ് താഴോട്ട് വന്നപ്പോൾ ഈ ചെതറിക്കിടന്ന താടിരോമങ്ങളെല്ലാം നമ്മുടെ വാഴക്കൂമ്പ് പോലെ ഇങ്ങനെ റെഡിയായിട്ട്. അതാണ് ഐക്യത. എന്നിട്ട് പറയുന്നില്ലേ, ഇതോ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അത് അഹരോന്റെ താടിയിലേക്ക് ഒഴുകുന്ന തൈലാഭിഷേകം പോലെ അവിടെയല്ലോ ശാശ്വതമായ അനുഗ്രഹം ഇരിക്കുന്നു. അപ്പോൾ അനുഗ്രഹത്തിന്റെ പിന്നിൽ ഐക്യതയുണ്ട്. ദൈവമക്കൾ നമ്മൾ ഐക്യതയോടെ പ്രാർത്ഥിക്കണം. ഐക്യതയോടെ. ഒരപ്പൻ മരിക്കുന്ന സമയത്ത് തന്റെ 5 മക്കളാണ്, 5 പേരും 5 രീതിയിൽ പോവുകയാണ്. മരണക്കിടക്കയിൽ കിടന്ന അപ്പന് ബോധ്യപ്പെട്ടു, ഈ പോക്ക് പോയാൽ നാട്ടുകാരിവനെ യുവമാരെ തല്ലിക്കൊല്ലു. അപ്പൻ മരിക്കുന്നതിന് മുമ്പ് 5 പേരെയും വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, എടാ ഒരു കാര്യം പറയാം, നിങ്ങൾ 5 പേര് ഓരോ വടി വെട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ഓരോരുത്തരും വടി വെട്ടാൻ പോയപ്പോൾ അവൻ ഓർത്തു മറ്റാർക്കോ എന്തോ 2 പൊതിയിൽ കൊടുക്കാനായിരിക്കും.
അവര് വടിയും കൊണ്ടുവന്നു. വടി കൊണ്ടുവന്നിട്ട് മൂത്തവനോട് പറഞ്ഞു, ഈ 5 വടിയും കൂടെ ഒന്നിച്ചെന്ന് കെട്ടടാന്ന് പറഞ്ഞു. 5 വടിയും കൂടെ കൂട്ടി കെട്ടിയിട്ട് അപ്പൻ പറഞ്ഞു, ചവിട്ടി ഓടിക്കടാന്ന് പറഞ്ഞു. അപ്പൊ അവൻ കയറി മാക്സിമം ചവിട്ടിയിട്ടും വളയുന്നതല്ലാതെ ഒടിയുന്നില്ല. 5 പേരോട് ഒന്ന് ചവിട്ടി ഓടിക്കടാന്ന് പറഞ്ഞു, ഒടിയുന്നില്ല. അവസാനം അപ്പൻ കെട്ടഴിക്കടാന്ന് പറഞ്ഞു. കെട്ടഴിച്ചിട്ട് ഓരോരുത്തരയിലും കൊടുത്തു. ചവിട്ടടാന്ന് പറഞ്ഞു. ഓരോരുത്തൻ ചവിട്ടി കമ്പം ഒടിഞ്ഞു പോയി. ചകാനേരം അപ്പൻ പറഞ്ഞു, നീ എല്ലാം ഒന്നായി നിൽക്കുകയാണെങ്കിൽ ഒരു ചെകുത്താനും നിന്നെ ചവിട്ടി ഓടിക്കാനൊക്കത്തില്ല. നീ എല്ലാം പലതായി നിൽക്കുകയാണെങ്കിൽ ഈ നാട്ടുകാർ നിന്നെ എല്ലാം കൂടെ ചവിട്ടി ഓടിക്കും. അപ്പോൾ ഓർത്തുകൊള്ളണം ദൈവമക്കളെ, ഐക്യത അനുഗ്രഹത്തിന്റെ മുതൽക്കൂട്ടാണ്. ഇതോ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹം ശാശ്വതമായി വീഴുന്നു. വായിച്ചേ ലാസ്റ്റ് വാക്ക്. അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും ശാശ്വത ജീവനും അനുഗ്രഹവും വേണമെങ്കിൽ ഐക്യത വേണം. ദൈവം നമ്മൾ പാലിക്കാ പോലെ തെക്കോട്ടും വടക്കോട്ടും പിരിഞ്ഞിരിക്കരുത്. പിന്നെ ചിലർ ഐക്യപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. അവന്മാർ ഐക്യപ്പെട്ടു പോയാൽ പലരുടെയും നിലനിൽപ്പിന് ബാധിക്കും. ചില പ്രശ്നമില്ലേ, ഞാൻ അവിടെ മുട്ടത്തിരിക്കുന്ന കാലത്ത് അവിടെ ഒരു ജോണച്ചാനും ഒരു ജോണിച്ചാനുണ്ട്. നമ്മൾ സ്നേഹിതരാണ്, അയൽവാസികളാണ്. ഞാൻ ഫെയ്ത്തോമിറ്റത്തിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങോട്ട് വന്നു, ഒരാൾ ഫെയ്ത്തോമിന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന്. 2 പേരും കൂടി ഇടിച്ചു. ഒരാൾ ഇടത്തോട്ടും ഒരാൾ വലത്തോട്ടും വീണു. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. 2 പേരും ചാടി എഴുന്നേറ്റ്. മുട്ടൊക്കെ ഇച്ചിരി ഒരഞ്ഞ് ചെറിയ റെഡ് കോട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, എങ്കിലും പൊടിയൊക്കെ കുടഞ്ഞ് ഒരാൾ ഫെയ്ത്തോമിലേക്കും ഒരാൾ വീട്ടിലേക്കും പോയി. ഞാൻ ചോദിച്ചു, ജോണച്ച വീണോ? ചെറുതായിട്ടൊന്ന്. സൈക്കിൾ കൂട്ടിയിടിച്ചോ? ചെറുതായിട്ടൊന്ന് ഇടിച്ചു. എന്തോ പറഞ്ഞു? ആ 2 പേരും മിണ്ടത്തില്ല. പ്രശ്നമില്ലല്ലോ, എനിക്കും പ്രശ്നമില്ലല്ലോ. ഞാൻ 2 പേരും മിണ്ടിയില്ല. അതുകൊണ്ട് നമുക്കും ഇല്ല, പിന്നെ നമ്മൾ പ്രശ്നം തീർക്കാൻ പോകണ്ടേ? അയ്യോ, ഈ പരിപാടി കൊണ്ടൊന്നും നടക്കത്തില്ല. നന്നായിട്ടൊന്ന് ഓർത്തുകൊള്ളണം, നമ്മുടെ ഐക്യതയാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ചില പറഞ്ഞാൽ എന്ത് കാര്യം വന്നാലും ക്ഷമിച്ചു എന്ന് പറയും. പണ്ട് അപ്പനും മോനും കൂടെ പ്രശ്നമാണ്, പ്രശ്നം രൂക്ഷമായി. അപ്പനും മോനും കൂടെ കല്യാണത്തിന് പോയി. മോനാണ് വിളമ്പുന്നത്, അപ്പനാണ് കഴിക്കാനിരിക്കുന്നത്. അപ്പം മോൻ ചോറ് വിളമ്പിക്കൊണ്ടിരുന്നു. ചോറ് വിളമ്പി മതിയടാന്ന് പറഞ്ഞാൽ അപ്പൻ തോറ്റു പോകും. അപ്പന് മതിയോ എന്ന് ചോദിച്ചാൽ മോനും തോറ്റു പോകും. ആരാണ് ആദ്യം മിണ്ടുന്നത്? അപ്പൻ എന്ത് ചെയ്താൽ മിണ്ടത്തില്ലെന്ന് തീരുമാനിച്ചിരുന്നു. മോന് മതിയോ എന്ന് ചോദിക്കാം മോനെ, പക്ഷെ മോൻ ചോദിക്കത്തില്ല. മതിയടാന്ന് അപ്പന് പറയാം, അപ്പനൊട്ട പറയത്തില്ല. പറഞ്ഞാൽ അപ്പൻ കുറഞ്ഞു പോവുകയല്ലേ. അപ്പൻ മിണ്ടിയില്ല, മോൻ ചോദിച്ചുമില്ല. ഒരു ബേസൻ ചോറ് മുഴുവൻ ഇലയ്ക്കകത്തോട്ട് വീണു. ദൈവമക്കളെ, ആ പരിപാടി എടുക്കരുത്. നമുക്ക് തികഞ്ഞ ഐക്യത വേണം. ഐക്യതയുണ്ടെങ്കിൽ അവിടെ അനുഗ്രഹം ഉണ്ടാകും. നമ്മുടെ സമയം അവസാനിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു പദ്ധതി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ നാമത്തിൽ നീ നിന്റെ ദശാംശം കൊണ്ട് കൊടുക്കണം. അതൊരു വലിയ സത്യം. ഒന്ന് വായിച്ചാട്ടെ. മലാക്കി 3:10. പലരുടെയും മുഖം ഷേപ്പ് മാറി. പെട്ടെന്ന് ഞാൻ നിർത്തിയേക്കാം. അപ്പച്ചൻ പുറകിലുണ്ട്. 9 മണിക്ക് നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് അത്യാവശ്യം. ഒന്ന് വായിച്ചാൽ. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പ്രാപിക്കും. നിന്റെ വീട്ടിൽ സ്ഥലം പോരാതെ വരുവോളം ദൈവം തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ദശാംശം കൊണ്ട് കൊടുക്കണം. ഞാൻ നോക്കിയിട്ട് ഇവിടെ ഉള്ളതിനേക്കാൾ ഈ ഒരു കാര്യത്തിൽ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനിയാണ് കുറെ കൂടെ നല്ലതെന്ന് തോന്നുന്നു. അവരാര് പഠിപ്പിച്ചെന്ന് അറിഞ്ഞുകൂടെ. ഞാൻ നിങ്ങളൊരു നഗ്നസത്യം പറഞ്ഞു തരാം സഹോദരങ്ങളെ. നീ അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല പദ്ധതി അപ്പോൾ ബൈബിൾ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. നീ അനുഗ്രഹിക്കുക. എന്നിട്ട് എങ്ങനെ അനുഗ്രഹിക്കുന്നറിയാമോ? നിന്റെ വീടിന്റെ സ്ഥലം പോരാതെ അനുഗ്രഹിക്കും. ചിലര് ഈ യാക്കോബിന്റെ ആത്മാവുള്ളവരുണ്ട്. ചിലർ അബ്രഹാമിന്റെ കൂട്ട്. അബ്രഹാമിനോട് ആരും പറഞ്ഞില്ല. അബ്രഹാം തലപൊക്കി ഇങ്ങനെ നോക്കി. ശാലേം രാജാവായ മൽക്കിസദേക്ക് വരും. അബ്രഹാം കൂടാരത്തിലോട്ടോടി. പെട്ടെന്ന് താൻ ദശാംശം എടുത്തോണ്ട് ഓടി വന്നു. ഇങ്ങനെ ഇദ്ദേഹം അങ്ങ് നടന്നു വാ. ഓടിച്ചെന്ന്, യജമാനൻ പ്ലീസ് എന്റെ വീട്ടിലോട്ട് വരാമോ? അപ്പൊ ഈ മൽക്കിസദേക്ക് അടുക്കൽ ചെന്നു. തന്റെ ആ മുഖഭാവം ഒക്കെ കണ്ടു. കനാന്റെ ദർശനമുള്ള അബ്രഹാം പെട്ടെന്ന് തന്റെ ദശാംശം എടുത്തുകൊണ്ട് കൊടുത്തു. ഭൂമിയിൽ ആദ്യം ദശാംശം കൊടുത്തത് അബ്രഹാമാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ദശാംശം വാങ്ങിയിട്ട് പകരം എന്ത് ചെയ്തു? തൻ്റെ സൂക്ഷിച്ച പാണ്ടക്കെട്ട് തുറന്ന് ഒരു അപ്പം എടുത്ത് കൈ കൊടുത്തു. അത് വാങ്ങി ഭക്ഷിച്ചു. കയ്യിലോട്ട് വീഞ്ഞൊഴിച്ചു കൊടുത്തു. ഉടനെ വീഞ്ഞും കുടിച്ചു. അടുത്തത്, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യമായി ദശാംശം കൊടുത്തത് അബ്രഹാമാണ്.
ആദ്യമായി ദശാംശം വാങ്ങിയത് മൽക്കിസദേക്കാണ്. കൊടുക്കേണ്ടത് വിശ്വാസികളുടെ പിതാവാണ്. വാങ്ങേണ്ടിയവൻ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പൗരോഹിത്യമേറ്റവനാണ്. അവൻ ഇവന് കൊടുക്കുമ്പോൾ പകരം എന്ത് കൊടുക്കണം? അപ്പവും വീഞ്ഞും കൊടുത്ത് അവനെ അനുഗ്രഹിക്കണം. ഇതാരംഭിച്ചത് പൂർവ്വപിതാവായ അബ്രഹാമിന്റെ കയ്യിൽ നിന്നാണ്. എന്നാ നമ്മുടെ കാലം വന്നപ്പോൾ നമുക്ക് യാക്കോവിന്റെ വെളിപ്പാടാണ്. യാക്കോവ് നന്നാ രാവിലെ എഴുന്നേറ്റ് തലണയായി വെച്ച കല്ല് നാട്ടി ഉറപ്പുള്ളൊരു തീരുമാനമെടുത്തു. കർത്താവേ, നീ എന്നെ ബലത്തോടും ആരോഗ്യത്തോടും സൗഖ്യത്തോടും തിരിച്ചു കൊണ്ടുവന്നാൽ ഞാൻ ദശാംശം തരാം. അതാണ് കണ്ടോ, അപ്പൻ വല്യപ്പൻ ആരും പറഞ്ഞു കൊടുത്തല്ല. ആണോ? അബ്രഹാമിനോട് ആരോ പറഞ്ഞ ദശാംശം. അബ്രഹാം ഇങ്ങനെ തലപൊക്കി നോക്കി. അപ്പോൾ ശാലേം രാജാവിനെ കണ്ടു. ഓടിച്ചെന്നെല്ലാം കൊടുത്തു. ഞാന് റാന്നിക്കടുത്ത് ചേത്തക്കൽ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരാളെനിക്കിങ്ങനെ ദശാംശം തന്നു. ഞാൻ അമ്പരന്ന് പോയി. താനൊരു ബ്രദറൻ ചർച്ചിലെ ഒരു സഭാ ശുശ്രൂഷകനാണ്. അത് ആളാണ്. താൻ എന്നെ കണ്ട് ജോയ് സാറാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന കണ്ടപ്പോൾ എന്നെ കണ്ടെന്ന് ചിരിച്ചേച്ചു പോയി. തിരിച്ചു വരുമ്പോൾ താൻ എന്നെ കണ്ടു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നോട് ചോദിച്ചു, പിന്നെ എൻ്റെ വീട്ടിലൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാനൊരു അവധി ദിവസം തൻ്റെ വീട്ടിൽ ചെന്നു. സംസാരിച്ചെല്ലാം കഴിയുമ്പോൾ ഒരു വലിയ കെട്ട് പണം എടുത്തുകൊണ്ട് വന്നു. അയ്യോ, ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വേണ്ട, സാർ പോന്ന് ചർച്ചിൽ കൊടുത്താട്ടെ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദയവായി ബ്രദർ ജോസ് എന്നോട് പറയരുത്, ദയവായി പറയരുത്, ഇതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നെ അനുഗ്രഹിക്കണം. അയ്യോ, ഞാൻ പറഞ്ഞു, വേണ്ട സാറേ, അത് വേണ്ട, സാർ അവിടെ വരുന്ന ആളല്ലല്ലോ, പോകുന്ന പള്ളിയിൽ കൊടുത്താട്ടെ. നോ. ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായി ആ തെരുവിൽ വെച്ച് കാണുമ്പോൾ എന്നോട് എൻ്റെ ആത്മാവ് പറഞ്ഞു, സ്വർഗരാജ്യ നിമിത്തം ദേശത്തെയും ചാർച്ചക്കാരെയും മാതാപിതാക്കന്മാരെയും സകലത്തെയും വിട്ട് നിന്റെ ദേശത്ത് വന്ന മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പൗരോഹിത്യമേറ്റവനാണ് നീ. ദശാംശം കൊടുക്കേണ്ടത് ഇവനാണ്. ഞാൻ അമ്പരന്ന് പോയി. മേടിക്കാതിരിക്കാൻ ഒക്കുവോ? ഞാൻ അദ്ദേഹത്തിൻ്റെ നിന്ന് മേടിച്ചു. താനാണ് എന്നോട് പറഞ്ഞത്, എന്നെ ഒന്ന് അനുഗ്രഹിച്ചേക്കാൻ. ഞാൻ പ്രാർത്ഥിച്ച് തന്നെ അനുഗ്രഹിച്ചു. നിനക്ക് നന്മ വരാൻ, നീ അനുഗ്രഹിക്കപ്പെടാൻ. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടത് നീ നിന്റെ ദശാംശമൊക്കെയും നീ കൊണ്ട് കൊടുത്തേ. അടുത്തത്, നിന്റെ ഭവനത്തിൽ ഇടം തികയാതെ. എന്നോട് വായിച്ചാട്ട്. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോ നിങ്ങളുടെ മേൽ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ അനുഗ്രഹം പ്രാപിക്കും. സിയോനിൽ നിന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹം എങ്ങനെ നമുക്ക് പ്രാപിക്കാം ദൈവമക്കളെ? ഞാനിപ്പോൾ ഒരു നീണ്ട നിര നിങ്ങളോട് പറഞ്ഞു. നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണിത്. നമ്മളെല്ലാ കാലത്തും, നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ആയിരുന്നു സഹോദരങ്ങളെ. നമുക്കെല്ലാ കാലത്തും അനുഗ്രഹം പ്രാപിപ്പാനായി നമുക്ക് ഉത്സാഹിക്കാം. ദൈവസന്നിധിയോട് നമുക്ക് അടുത്തിയെല്ലാം. എന്താണ് നമ്മൾ വായിച്ചു കേട്ടത്? യഹോവ സിയോനിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കണം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്തിയല്ല. ഇന്ന് രാത്രി സിയോനിൽ നിന്ന് ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കണം. കണ്ണുകൾ അടച്ചാട്ടെ. മുഴങ്കാൽമേൽ ഇരുന്നാട്ടെ. കർത്താവിന്റെ വചനം നമുക്ക് ശ്രദ്ധയോടെ കേട്ടു. നമുക്കത് അംഗീകരിക്കാം. കർത്താവേ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും നീ എൻ്റെ മേൽ പകർന്നിരിക്കുന്നല്ലോ. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. നീ എനിക്കൊരു അനുഗ്രഹമായി ഒരു വിടുതൽ എനിക്ക് തരണമേ. അനുഗ്രഹമായി നീ എനിക്ക് ഉറവ തരണമേ. അനുഗ്രഹമായി കർത്താവേ നീ എനിക്ക് സമാധാനം തരണമേ. കർത്താവേ, അനുഗ്രഹമായി നീ എൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തി തരണമേ. ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രിയ ദൈവവൈതലേ, നിന്റെ തീരുമാനമാണ് ഇന്ന് രാത്രി നിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടം തുറക്കുന്നത്. നീ എന്തു തീരുമാനിക്കുന്നുവോ അതിന്റെ പിന്നിൽ സ്വർഗം നിന്നെ അംഗീകരിക്കും. കണ്ണുകൾ അടച്ചാട്ട് നമുക്ക് മുഴങ്കാൽമേലിരിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. കർത്താവിന്റെ കാൽവറിയെ ധ്യാനിച്ചാട്ട് പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തു മുഖാന്തരം എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടും. ഇന്ന് രാത്രി നിങ്ങൾക്ക് വിടുതലുണ്ടാകും. ഇന്ന് രാത്രി കൃപയുടെ ഉറവ നിങ്ങളുടെ മേൽ തുറന്നൊഴുകും. ഇന്ന് രാത്രി സമാധാനവും ശക്തിയും ലഭിക്കും. നിങ്ങൾ നീതിയെ സ്നേഹിച്ചാട്ട്, കർത്താവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്, നിന്നിലുള്ള വിശ്വാസത്താൽ എന്നെ നീതീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഒന്നൊന്നായി പാലിച്ചുകൊള്ളാം. കഴിഞ്ഞ കാലത്ത് ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളെ
നീ എന്നോട് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. കഴിഞ്ഞ കാലത്ത് പലപ്പോഴും എൻ്റെ ധാർമ്മികതയുടെ മുന്നിൽ ഞാൻ തകർന്നുടഞ്ഞു പോയി, മനസ്സാക്ഷിയെ ഞാൻ വഞ്ചിച്ചു പോയി. സോറി, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. നിന്റെ നീതിയിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കണമേ. എൻ്റെ വീട്ടിൽ ഇന്ന് മുതൽ നിന്റെ പെട്ടകം കാണും. എത്ര പേര് തീരുമാനിക്കുന്നു കർത്താവേ ഇന്ന് മുതൽ നിന്റെ പെട്ടകം ഒബേദേദോമിന്റെ വീട്ടിൽ നിന്റെ പെട്ടകം ഇരുന്നത് പോലെ നിശ്ചയമായും എൻ്റെ വീട്ടിൽ നിന്റെ പെട്ടകം കാണും കർത്താവേ. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു തരാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. ഇന്ന് ഈ തീരുമാനത്തെ സ്വർഗം അംഗീകരിക്കും. ദൈവം നിന്നെ മാനിക്കും. നിന്റെ വാക്കുകൾ അനുഗ്രഹത്തിന്റെ ലാവണ്യത്തിന്റെ വാക്കുകളായി തീരട്ടെ. ആരെയും നീ ശപിക്കരുതേ, നിന്റെ തലമുറകളെ ശപിക്കരുതേ. അവൻ ശാപയോഗ്യനാണെങ്കിൽ പോലും ലാവണ്യത്തോടെ അവനെ അനുഗ്രഹിച്ചാട്ട് നിന്റെ സന്തതി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. നീ പരസ്പരം ഐക്യതയോടെ ജീവിച്ചാട്ട് ആ ഹെർമോനിലെ ഹിമം പോലെ സിയോനിലെ അനുഗ്രഹം നിന്റെ കുടുംബത്തിന് മേൽ പകരും. ദൈവം നിനക്ക് തരുന്നതിലൊക്കെയും ദശാംശം നീ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ട് വിശുദ്ധന്മാരുടെ പക്കൽ ഏൽപ്പിച്ചാട്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. എത്ര പേർ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും? തീരുമാനമെടുത്തവരുടെ ഹൃദയാവസ്ഥകളെ സ്വർഗം കണ്ട് ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിന്റെ അധിപതിയായ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് പോകാം. ആ കഴിഞ്ഞ രാത്രിയിൽ പാടിയ ആ പാട്ടിന്റെ വരികൾ നമുക്ക് ചേർന്ന് പാടാം. അനുഗ്രഹത്തിന്റെ അധിപതി നമ്മുടെ കർത്താവായ യേശുവാണ്. ഈ പാരിടത്തിൽ നമുക്ക് വിശ്രമിപ്പാൻ അവന്റെ മാർവിടം മാത്രമേ ഉള്ളൂ. യഹോവ ഇന്ന് രാത്രി സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹം നിനക്ക് സൗഖ്യമായും, ആ അനുഗ്രഹം നിനക്ക് ബലമായും, ആ അനുഗ്രഹം നിനക്ക് സമൃദ്ധിയായും, ആ അനുഗ്രഹം നിനക്ക് വിടുതലായും, ആ അനുഗ്രഹം നിന്റെ തലമുറയുടെ നന്മയായും ഈ രാത്രി നിന്നെ പിൻഗമിക്കാം. പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. അനുഗ്രഹത്തിനധിപതിയേ ആമേൻ. അനുഗ്രഹത്തിൽ